എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിഷുഫലം വെച്ചുകൊണ്ട് നോക്കുന്നത് ഗോചരപ്രകാരം ഉച്ചാവസ്ഥയിൽ വരുന്ന 6ാമത്തെ നക്ഷത്രമാണ് നമ്മളിവിടെ പറയാൻ എടുത്തിരിക്കുന്നത്. അതുപ്രകാരം ഇവിടെ ഗ്രഹനിലകളുടെ അനുകൂല സ്ഥിതി കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ്. അപ്പോൾ ഈ ഉത്രാട നക്ഷത്രത്തിൻ്റെ വിശദമായ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഉത്രാടം നക്ഷത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾക്ക് തത്തുല്യമായ പ്രത്യേകതകൾ ലഭിക്കാൻ പോകുന്ന ആ 5 നക്ഷത്രക്കാരെ കുറിച്ച് ഒരു ചെറിയ സൂചന പറയാൻ കാരണം ഈ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാരും ഇവരോടൊപ്പം നിങ്ങൾ ഉത്രാട നക്ഷത്രക്കാരും അനുജന്മ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലമായി അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുപ്രകാരം ഈ ഉത്രാടം കൂടാതെയുള്ള ആ 5 നക്ഷത്രക്കാർ യഥാക്രമം ഭരണി, കാർത്തിക, തിരുവാതിര, മകം, തിരുവോണം എന്നീ 5 നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്, ഈ 2026 വിഷു സംക്രമത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ മിഥുനത്തിലെ വ്യാഴവും മീനത്തിലെ ശനിയും കുംഭത്തിലെ രാഹുവും ചേർന്ന് ഈ പറഞ്ഞ 5 നക്ഷത്രക്കാർക്ക് അവിശ്വസനീയമായ മാറ്റങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. പറയാൻ കാരണം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന ഉത്രാടം നക്ഷത്രക്കാരുടേതുപോലെ തന്നെ അവിശ്വസനീയമായ ചില മേഖലകൾ നിങ്ങൾക്ക് വളർന്നു കിട്ടും. അതിൽ പ്രധാനപ്പെട്ടത് സൗഹൃദം, അതുപോലെ തന്നെ സാമ്പത്തികം, പിന്നെ ഒന്ന് നിങ്ങളുടെ കർമ്മമേഖല. ഇത് നിങ്ങൾ ഓരോരുത്തർക്കും എത്രത്തോളം ഉണ്ടാകും എന്ന് നമുക്കിവിടെ വ്യക്തമായി പറയാൻ സാധിക്കില്ലെങ്കിലും ഈ പറഞ്ഞ മേഖലകളിൽ നിങ്ങൾ തീർച്ചയായും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വസിദ്ധമായ കഴിവുകൾ കൂടി ഇതിനോടൊപ്പം പരിഗണിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ തോത് നിങ്ങളിൽ അഭൂതപൂർവമായ ഒരു കുതിച്ചുചാട്ടത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ ഒരു ആധിപത്യത്തിനോ ഉറപ്പായിട്ടും വഴിയൊരുക്കും. അതുമാത്രവുമല്ല, വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ട് നടന്ന ഏതെങ്കിലും ഒരു സ്വപ്നം, ഉദാഹരണത്തിന് ഒരു വീടെന്ന സ്വപ്നത്തിനോ അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിക്കണം എന്ന ആ ഒരു ആഗ്രഹ സാഫല്യത്തിനോ ഈ വിഷുക്കാലം സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പറയാൻ കാരണം ഇവിടെ ഉത്രാടം നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റങ്ങൾ വഴി ഈ പറഞ്ഞ 5 നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ആശാവഹമായ പുരോഗതിയാണ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ഉത്രാടം നക്ഷത്രക്കാരുടെ വിഷുഫലങ്ങളിലേക്ക് കടന്നു പോകാം. നമ്മുടെ ഈ 2026 വിഷു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് വർഷം 2026 ഏപ്രിൽ മാസം 15-ാം തീയതി ബുധനാഴ്ച. ഇത് മലയാള വർഷത്തിൽ പറയുമ്പോൾ 1201 ആണ്ട് മേടമാസം 2-ാം തീയതിയായിട്ട് വരും. അതായത് ഈ വിഷു സംക്രമം മുതൽ അടുത്ത വിഷു സംക്രമത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിത മാർഗം അധ്യേയ സംജാതമാകുന്ന ഒട്ടുമിക്ക പരമപ്രധാനമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫലപ്രവചനങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതഗതി പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആർജവം അത് നിങ്ങളുടെ ഉള്ളിൽ സ്വയം ഉണ്ടായിത്തീരും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി തയ്യാറാക്കിയ ഈ വിഷുഫലം കൃത്യമായ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഗണിച്ചെടുത്തിരിക്കുന്നത്. ഈ വിഷു സംക്രമത്തിലെ ഗ്രഹനില വളരെ പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പറയാം. സൂര്യനും ശുക്രനും മേടം രാശിയിലും, വ്യാഴം മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, രാഹു കുംഭം രാശിയിലും, ബുധനും ചൊവ്വയും ശനിയും മീനം രാശിയിലുമാണ് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളോട് ഫസ്റ്റ് ഇംപ്രഷനിൽ പറയാനുള്ളത്, സർവശക്തനായ ഈശ്വരൻ കരുണയുള്ളവനാണെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആദ്യമായി നിങ്ങൾ സമ്മതിച്ചു തരാൻ പോകുന്ന ചില ആകസ്മിക സംഭവങ്ങൾ ഈ വിഷുഫലത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. അതായത് അപ്രതീക്ഷിതമായ സമയത്ത് അസാധാരണമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും. അത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അതോടുകൂടി സർവശക്തനായ ഈശ്വരനെ നിങ്ങൾ തീർച്ചയായും സ്തുതിക്കുകയും ചെയ്യും. ഈ പറഞ്ഞത് യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതി വയ്ക്കാം. ഇനി നമുക്ക് നിങ്ങളുടെ വിഷുഫലങ്ങളിലേക്ക് കടന്നു പോകാം. പതിവ് പോലെ തന്നെ ഏറ്റവും ആദ്യം നിങ്ങൾക്കുണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, അതായത് ജനറൽ പ്രഡിക്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 വിഷുഫലം സൂചിപ്പിക്കുന്നത് അംഗീകാരങ്ങളുടെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഒരു വർഷം എന്ന നിലയിലാണ്. സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രാടം രാശിചക്രത്തിൽ ധനുവിലും മകരത്തിലുമായി
വ്യാപിച്ചു കിടക്കുന്നു. ഈ വിഷു സംക്രമ സമയത്ത് നിങ്ങളുടെ നക്ഷത്രനാഥനായിട്ടുള്ള സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ ആത്മവീര്യവും നേതൃത്വപാഠവും നൽകും. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അവഗണനകൾക്ക് ഈ വർഷം അന്ത്യമുണ്ടാകും. ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുമെങ്കിലും മിഥുനത്തിലെ വ്യാഴത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും അതുപോലെ തന്നെ ഒരു നല്ല ഗുരുനാഥനെ പോലെയുള്ള വഴികാട്ടിയും ആയിരിക്കും. മാത്രവുമല്ല, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളിലും ഈ വർഷം നിങ്ങൾ വിജയത്തിലെത്തും. മാത്രവുമല്ല, ഈ സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും നിങ്ങളുടെ വാക്കുകൾക്ക് വിലയും ലഭിക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, അതായത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ധനപരമായ കാര്യങ്ങളിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷം മിതമായ പുരോഗതി ഉണ്ടാകും. അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലേക്കുള്ള, അതായത് ധനുരാശിക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷം തുടക്കത്തിൽ മിതമായ പുരോഗതിയാണെങ്കിലും അവസാനത്തിൽ അത് വൻ പുരോഗതിയിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. പറയാൻ കാരണം വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലേക്കുള്ള, പ്രത്യേകിച്ചും ധനുരാശിയിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യം ചെറിയ തോതിലാണ് നേട്ടങ്ങൾ കാണപ്പെടുന്നതെങ്കിലും പിന്നീട് അത് ഉയരത്തിലേക്ക് ഇൻക്രീസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ വരുമാന സ്രോതസ്സുകൾ, ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കയ്യിൽ വന്നു ചേരും. മുടങ്ങിപ്പോയ വരുമാനങ്ങൾ അത് തിരികെ ലഭിക്കും. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ, ചിട്ടി, ഇൻഷുറൻസ് അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ഇതിൽ നിങ്ങളിപ്പോൾ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ 2026 ജൂലൈ മാസം വരെ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ കടബാധ്യത, പഴയ കടങ്ങൾ ഉറപ്പായിട്ടും വീട്ടാൻ സാധിക്കും. ലോണുകൾക്കായി ഓൾറെഡി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ഈ വർഷം ഉറപ്പായിട്ടും അനുകൂലമായിട്ടുള്ള മറുപടികൾ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പണം ചിലവാക്കുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി എഴുതി വെച്ച് നിയന്ത്രണത്തോടു കൂടി വേണം അത് കൈകാര്യം ചെയ്യുവാൻ. കാരണം വളരെയധികം ആഡംബര വസ്തുക്കൾക്കായിട്ട് അനാവശ്യമായി പണം ചെലവഴിക്കേണ്ട ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴായി നിങ്ങളുടെ ജീവിത മാർഗമധ്യേ ഉറപ്പായിട്ടും വന്നു ചേരും. ഇനി അടുത്തത് മൂന്നാമത്തേത് തൊഴിലും കരിയറും. കർമ്മരംഗത്ത് ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷം വൻ നേട്ടങ്ങൾ പ്രവചിക്കാം. കാരണം പ്രത്യേകിച്ച് നിങ്ങളുടെ സ്ഥാനക്കയറ്റം, സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും ഉറപ്പായിട്ടും ലഭിക്കും. പറയാൻ കാരണം നിങ്ങളുടെ അധ്വാനം അത് മേലധികാരികൾ തിരിച്ചറിയുകയും നിങ്ങളെ അനുമോദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ ജോലി, ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് 2026 സെപ്റ്റംബറിന് മുൻപായി മികച്ച ശമ്പളത്തോടു കൂടി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലുള്ളൊരു ജോലി ഉറപ്പായിട്ടും വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക്, അതിപ്പോൾ ചെറുകിട ബിസിനസ് ആയിക്കോട്ടെ വൻകിട ബിസിനസ്സും ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു ജോലി, അതായത് കർമ്മമേഖല ബിസിനസ് വിപുലീകരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. അതുപോലെ തന്നെ പുതിയ കരാറുകളിൽ ഒപ്പിടാനും പുതിയ പങ്കാളികളെ കണ്ടെത്താനും ഈ മേഖലയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉള്ളത്, നിങ്ങളുടെ വിദേശയാത്ര അല്ലെങ്കിൽ വിദേശയോഗം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വിസ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയായി കിട്ടും. ഇനി അടുത്ത നാലാമത്തേത് കുടുംബം, വിവാഹം. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. അതുപോലെ തന്നെ മാംഗല്യഭാഗ്യം. വിവാഹം വൈകുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷം മാംഗല്യയോഗം വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. അനുയോജ്യമായ ആലോചനകൾ നിങ്ങൾക്ക് വരികയും വിവാഹം മംഗളകരമായി നടന്നു കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ സന്താനഭാഗ്യം. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് ഈ വർഷം സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. അതിനോടൊപ്പം മക്കളുടെ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും വലിയ പുരോഗതി തീർച്ചയായിട്ടും നിങ്ങൾ കാണാനിടയാകും. അതുപോലെ തന്നെ ബന്ധങ്ങൾ, സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഉറപ്പായിട്ടും പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ ഈ ഗ്രഹനില വളരെ വ്യക്തമായ സൂചനകളും നമുക്ക് തരുന്നുണ്ട്. ഇനി അടുത്തത് അഞ്ചാമത്തേത് ആരോഗ്യം. ആരോഗ്യകാര്യത്തിൽ ഉത്രാട നക്ഷത്രക്കാർ ഈ വർഷം അല്പം ശ്രദ്ധിച്ചേ മതിയാകൂ.
കാരണം സൂര്യൻ്റെ ഉച്ചസ്ഥിതിയും ശനിയുടെ മീനത്തിലെ സഞ്ചാരവും ചില അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനകളോ അല്ലെങ്കിൽ ചില കൈകാൽ തരിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ചില അസ്വസ്ഥതകൾ ഇടയ്ക്ക് നിങ്ങൾക്കുണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ വിദൂര യാത്രകൾ ചെയ്യുമ്പോൾ ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വ്യായാമവും യോഗയും ശീലിക്കുന്നത് മാനസികവുമായും ശാരീരികവുമായും നല്ല കരുത്ത് നൽകും. ഈ കാര്യങ്ങൾ ഒഴിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇനി അടുത്തത് ആറാമത്തേത് നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖല. വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ ഏകാഗ്രതയും ഓർമ്മശക്തിയും ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കാനും ഉറപ്പായിട്ടും സാധിക്കും. ഉപരിപഠനത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കും. ഇനി അടുത്തത് ഏഴാമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉത്രാട നക്ഷത്രക്കാർ ഈ വർഷം അമിതമായ നിങ്ങളുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ എടുത്തുചാട്ടം നിങ്ങൾ ഉറപ്പായിട്ടും ഉപേക്ഷിക്കണം. പറയാൻ കാരണം ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം കൂടി കേൾക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും മുതിർന്ന ആളുകളുടെ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല നിങ്ങളുടെ സംസാരത്തിൽ അല്പം മൃദുത്വം പാലിക്കുക അല്ലെങ്കിൽ കണിശത അല്പം കുറച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. ഇല്ലെങ്കിൽ അത് സുഹൃത്തുക്കളുമായി അകൽച്ച ഉണ്ടാക്കാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി തീർക്കും. അതുപോലെ തന്നെ പണമിടപാടുകളിൽ വിശ്വസ്തത ഉറപ്പാക്കുക. ആർക്കും ജാമ്യം നിൽക്കാതിരിക്കാൻ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് ഈ വിഷുഫലമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. ഇനി അടുത്തത് എട്ടാമത്തേത് പരിഹാര മാർഗങ്ങൾ. ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യഗായത്രി മന്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാനായിട്ട് നിങ്ങൾക്ക് അത്യധികം ഗുണം ചെയ്യും. സാധുക്കളായവർക്ക് നിങ്ങളെക്കൊണ്ടാകുന്നത് പോലുള്ള എന്തെങ്കിലും ഉപഹാരങ്ങൾ, അത് പണമായിട്ട് നൽകിയില്ലെങ്കിൽ പോലും വസ്ത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ എന്തെങ്കിലും ഉപഹാരങ്ങൾ അവർക്ക് നൽകുക. ഇത്രയുമാണ് നിങ്ങളുടെ വിഷുഫലമായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു ഉപസംഹാരം എന്ന നിലയിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ 2026 വിഷുഫലം നിങ്ങൾ ഉത്രാട നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ ഗ്രഹനിലയിലെ മാറ്റങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ കഴിവിനെ ലോകത്തിന് മുൻപിൽ തെളിയിക്കാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.